ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് സാധാരണ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ആത്മമുട്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ഇന്ന് വരെ കേട്ടിട്ടുണ്ട്. ഒരു രസകരമായ ചിന്താഗതിയാണ്. ബുദ്ധിമുട്ടുണ്ട്, ആത്മമുട്ട് ഉണ്ട് എന്നാരും പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ല. നമുക്കൊരു വചനം ഒന്ന് നോക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക അത്രേ വേണ്ടത്. അങ്ങനെയെങ്കിൽ സകല അറിവിനെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. സകല അറിവിനെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കുക അത്രേ വേണ്ടത്. അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്നത് ഓവർ യുവർ ഹേർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നാണ്. ഓവർ യുവർ ഹേർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യഥാർത്ഥ അർത്ഥം കവിയുന്നത് എന്നല്ല, സകല ബുദ്ധിക്കും മുകളിലുള്ളത് എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സകല അറിവിനെയും കവിയുന്ന എന്നാണ് മലയാളം ബൈബിൾ എഴുതുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അർത്ഥം അങ്ങനെയല്ല. ഓവർ യുവർ ഹേർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. കവിയുന്നത് എന്നല്ല, മുകളിലുള്ളത്. ഓവർ യുവർ, മുകളിലുള്ളത്. ബുദ്ധിയുടെ മുകളിലാണ് ആത്മാവിൻ്റെ സമാധാനം അഥവാ പ്രവർത്തനം. എന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ മരിക്കുന്നുവോ, ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധി മരിച്ചാൽ മനുഷ്യൻ മരിക്കും. പിന്നെ അവൻ ഈ ലോകത്ത് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല ബുദ്ധി മരിച്ചു കഴിഞ്ഞാൽ. കാരണം ബുദ്ധിയുടെ കീഴിലാണ് ഈ ലോകവും ലൗകിക നിർമ്മാണങ്ങളും എല്ലാം ബുദ്ധിയുടെ കീഴിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ സകല നിർമ്മാണങ്ങളും ബുദ്ധിയുടെ മുകളിലാണ്. ദൈവത്തിൻ്റെ സകല നിർമ്മാണങ്ങളും ബുദ്ധിയുടെ മുകളിലാണ്. ബുദ്ധിയുള്ള മനുഷ്യന് തൻ്റെ ബുദ്ധിയിലൂടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയും ഉദ്ദേശവും ഒന്നും മനസ്സിലാക്കാനും നടത്താനും ഒന്നും സാധിക്കില്ല. ബുദ്ധിയുള്ളവനെ ബുദ്ധിമാൻ എന്ന് വിളിക്കുമ്പോൾ ആത്മാവുള്ളവനെ വിശ്വാസി എന്ന് വിളിക്കും. എന്തുകൊണ്ടെന്നാൽ ബുദ്ധി കാണുന്നതിനെ വിവേചിക്കുന്നു, ആത്മാവ് കാണാത്തതിനെ വിവേചിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഈ ലാസറിനെ ഉയർപ്പിക്കാൻ യേശു വരുമ്പോൾ ലാസറിനെ അടക്കിയിട്ട് 4 ദിവസങ്ങളായി. ബോഡി ചീഞ്ഞു, മണം വന്നു. ഈ ദിവസങ്ങൾ ഞാനൊരു ദേവദാസനോട് പറയുമ്പോൾ അദ്ദേഹം വളരെ രസകരമായ ഒരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം ഇതാണ്. ഭർത്താവ് മരിച്ചു. ഭർത്താവിൻ്റെ ബോഡിയുടെ അടുത്തിരുന്ന് ഭാര്യ ഭയങ്കര കരച്ചിൽ, അയ്യോ എന്നെ ഇട്ടിട്ട് പോയോ, ഞാൻ വിടുകയല്ലേ, ഞാൻ പോകാൻ സമ്മതിക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് കാറി ബഹളം വെക്കുക. അപ്പം നാട്ടുകാരും മക്കളും എല്ലാം കൂടെ തീരുമാനിച്ചാൽ വിടുകയല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഈ സാധനം അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭയങ്കര മണമായി കഴിഞ്ഞപ്പോൾ ഈ വിടുകയല്ലെന്ന് പറഞ്ഞ ഭാര്യ തന്നെ എല്ലാവരെയും വിളിച്ച് വരുത്തി, ഇതെങ്ങനെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്, ഇതെങ്ങനെയും എടുത്തോണ്ട് പോകും. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ആ കാർച്ചയൊക്കെ എന്നതായിരുന്നു? സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തനീയമായ ഒരു കാര്യമായി. ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ബുദ്ധിയുടെ തലത്തിലുള്ള കാര്യങ്ങളായി പറയുന്നത്. എനിക്കിനി ആരുണ്ടോ, മരിച്ചുപോയി. ഇതുപോലെ തന്നെ ലാസറിനെ ഉയർപ്പിക്കുന്ന സാഹചര്യത്തിൽ 4 ദിവസമായെന്ന് പറഞ്ഞാൽ ശരീരമെല്ലാം നാശമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവനെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരുത്തൻ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തെങ്ങാനും ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ബുദ്ധിയുള്ള ആളുകളെല്ലാം കൂടി ഇതിന് വരുന്നവനെ തല്ലിക്കൊന്നുകളയും. ചുമ്മാ സെല്ല് പൊളിച്ച് ഈ മണമുള്ള വസ്തുവെല്ലാം പുറത്തെടുത്തെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധിയുള്ള ബുദ്ധിമാന് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ആത്മാവുള്ള വിശ്വാസിയുടെ ലോകത്ത് നടക്കുന്നത്. ബുദ്ധിയുള്ള ബുദ്ധിമാന് നടക്കാത്ത കാര്യങ്ങളാണ് ആത്മാവുള്ള വിശ്വാസിയുടെ ലോകത്ത് ദൈവം ചെയ്യുന്നത്. അത് ചെയ്യുന്നത് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല.
ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങൾ നടക്കുമെന്നും ദൈവാത്മാവിൻ്റെ സ്വരം കേൾക്കാനും ആത്മാവിൻ്റെ സ്വരവും അത് ആത്മാവിൻ്റെ തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരവസ്ഥയായി കഴിഞ്ഞാൽ അവിടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നടക്കും. ഇവിടെ ബുദ്ധി ചില സമയത്ത് അങ്ങ് മുട്ടി നിൽക്കും. ബുദ്ധി വഴിമുട്ടി എന്നതാ ചെയ്യുന്നത്. ചിലരൊക്കെ ചില വിഷയങ്ങൾ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബുദ്ധി ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനൊരു വഴിയില്ല. ഉടനെ നമ്മൾ ചിന്തിക്കും ബുദ്ധിമുട്ടായി ഒരർത്ഥം. വേറൊരു ബുദ്ധിമുട്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ വന്ന് നമ്മൾ പറയും അപ്പടി ബുദ്ധിമുട്ടാകട്ടോ. ആ ബുദ്ധിയായിട്ട് മുട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ ജീവിതത്തിലെ അനുദിന ഭൗതിക കാര്യങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷേ ചില വിഷയങ്ങൾ നമ്മളോട് ചോദിക്കുക ഇതിനെന്താ ഒരു പരിഹാരം, അവിടെ നമ്മുടെ ബുദ്ധി മുട്ടിപ്പോവും. എന്നാൽ അതേ വിഷയം ദൈവാത്മാവിനോട് ചോദിച്ചാൽ ദൈവാത്മാവിനൊരു ആത്മാവിൻ്റെ മുട്ട ആ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടെന്നും പറഞ്ഞൊരു വാക്കുണ്ടെങ്കിലും ആത്മമുട്ട് എന്നൊരു വാക്കില്ല. ഇല്ലാത്തതിൻ്റെ കാരണം 1 കൊറിന്ത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 1 കൊറിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ. തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നല്ലോ. എങ്കിലും ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലവും ദൈവത്തെ സംബന്ധിച്ച് അഗാധ കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. ഒരു മനുഷ്യൻ്റെ ചിന്തകൾ അയാളുടെ ആത്മാവല്ലാതെ വേറെ ആരാണ് അറിയുക? അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവാത്മാവ് ഒഴികെ ആരും അറിയുന്നില്ല അല്ലെങ്കിൽ ഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ ആത്മാവിൻ്റെ തലം ബുദ്ധിയുടെ തലത്തിനേക്കാളും ഒത്തിരി മുകളിലാണ്. മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യനിലുള്ളത് തിരിച്ചറിയുന്നു. അപ്പം നമുക്കൊരു മനുഷ്യനെ കണ്ടറിയാം നമ്മുടെ ബുദ്ധി വെച്ച് എന്നതാണോ എന്നാ അങ്ങനെയൊക്കെ മനസ്സിലാവും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ മറ്റാരും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തും. കാരണം അത് അവൻ്റെ ബുദ്ധിയുടെ മിടുക്കുകൊണ്ടല്ല, ദൈവം അവനത് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പല കാര്യത്തിലും നിഷ്കളങ്കമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ കേൾക്കുന്നവർ പെട്ടെന്ന് വണ്ടടിച്ചു പോകും. അത് ചോദിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ബുദ്ധി കൊണ്ടൊന്നും ചെയ്തതൊന്നും അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് വന്നുപോയി ദൈവാത്മാവിനാൽ സംഭവിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലയിലും ചിലരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ അവർ കയറി ചൂടായിട്ടൊക്കെ ഉണ്ട്. ഞാനിത് അറിഞ്ഞിട്ട് അവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതെന്നൊക്കെയാണ് അവർ ധരിക്കുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞാൽ തല്ലുകൊള്ളാനുള്ള വർത്താനം ആരെങ്കിലും കയറി പറയുമോ? അപ്പോൾ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമുള്ള കാര്യങ്ങളെന്നല്ല, ചില കുടുംബത്തിലൊക്കെ വളരെ സീക്രട്ടായിട്ട് വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ വായിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വരും. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അത് ആത്മാവിൻ്റെ തലമാണ്. ആത്മാവിന് ഇതൊന്നും ദൃശ്യമല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ മുമ്പിൽ ഇതെല്ലാം ദൃശ്യമാണ്. ആത്മാവിനൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല ആത്മാവിൻ്റെ മുമ്പിൽ. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ആത്മാവുള്ളവന് വെളിപ്പെടുത്താൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും. മനുഷ്യനിലുള്ളത് മനുഷ്യൻ്റെ ബുദ്ധി മനസ്സിലാക്കുന്നത് പോലെ ദൈവത്തിലുള്ളത് ദൈവാത്മാവിനുള്ളവനല്ലാതെ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിലുള്ളത് അതവിടെ എഴുതിയേക്കുന്നത്. എങ്കിലും ആത്മാവിനാൽ ദൈവം അത് വെളിപ്പെടുത്തി തരുന്നു. ആത്മാവ് സകലതും ദൈവത്തെ സംബന്ധിച്ച് അഗാധ കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് വേണ്ടി ദൈവം നീങ്ങുന്ന ചില വഴികളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇത് മനുഷ്യനാൽ സംഭവിക്കുന്നതല്ല. ചില മേഖലയിലൊക്കെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ദൈവം നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങോട്ടായി എങ്ങനെയാണ് നീങ്ങുന്നതെന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇത് നമ്മുടെ കൈ വന്ന് വിടുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതാ ദൈവത്തിൻ്റെ നീക്കം. ദൈവാത്മാവ് വരങ്ങൾ നൽകുന്നതെന്ന് നമുക്കറിയാം. ഈ ദൈവിക വരങ്ങളിൽ പൊതുവായിട്ട് കാണുന്ന ഒന്നാണ് അന്യഭാഷ. അന്യഭാഷ ദൈവം ദാനമായിട്ട് തരുന്നതാണ്. ഇന്ന് സഭകളിൽ കാണുന്ന അന്യഭാഷ പലതും എഴുതി ഉണ്ടാക്കുന്ന ഉടമന കടകസ്യ അന്തരകിന്തരഭാസ്കര ഇങ്ങനെയുള്ളതൊക്കെ ഒന്നും പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒന്നുമല്ല. ഇതെല്ലാം ബുദ്ധിയിലൂടെ വരുന്നതാണ്. ഈ ബുദ്ധിയിലൂടെ വരുന്ന അന്യഭാഷയാണ് വരുന്നത് കൊണ്ടാണ് അവിടെയൊന്നും ദൈവശക്തി പ്രവഹിക്കാത്തത്. ദൈവശക്തി പ്രവഹിക്കാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ബുദ്ധിയുടെ തലത്തിലല്ല ദൈവത്തിൻ്റെ ഒരു കളി. ദൈവത്തിൻ്റെ ഒരു പരിപാടികളും ബുദ്ധിയുടെ തലത്തിലല്ല. ആത്മാവിൻ്റെ തലത്തിൽ ബുദ്ധി കൊണ്ട് പറ്റുകയില്ല,
ബുദ്ധിയുടെ തലത്തിൽ ആത്മാവിനും ഒന്നും പറ്റിയല്ല. അതുകൊണ്ട് വിശ്വാസി, ശുശ്രൂഷകൻ ബുദ്ധിയുടെ തലം വിട്ടിട്ട് ആത്മാവിൻ്റെ തലത്തിൽ ദൈവം ഉപയോഗിക്കേണ്ടതിന് അവൻ ദൈവത്തിന് സ്വയം സമർപ്പിച്ചു കൊടുത്ത് വചനത്തിനെ അന്ധമായി വിശ്വസിച്ച് ദൈവാത്മാവിൽ ആശ്രയിച്ച് മുന്നേറിയാൽ ആത്മാവിന് മുട്ടില്ലാത്തത് കൊണ്ട് ആത്മമുട്ട് അവൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടില്ല എന്ന് മാത്രമല്ല, അവനെ സംബന്ധിച്ച് യോഗ്യമായ രീതിയിൽ ദൈവം നടത്തുകയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അവന് ലഭിക്കുകയും ചെയ്യും. സകല ബുദ്ധിക്കും മുകളിലുള്ള ദൈവസമാധാനം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല വചനത്തിനായി, നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും ബുദ്ധിയുടെ മേഖലയിൽ അവരിന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധി, പ്രയാസ, സങ്കട, വേദന, ദുഃഖങ്ങളിൽ നിന്നും കർത്താവെ, അതെല്ലാം ബുദ്ധിയുടെ മേഖലയിൽ പണിയെടുക്കുന്ന പിശാചിന് ഒളിഞ്ഞോ തെളിഞ്ഞോ അതിൻ്റെ പുറകിൽ പങ്കുണ്ട്. എന്നാൽ ഒന്നിലും വലിയ സഹായം നൽകുന്ന പരിശുദ്ധാത്മാവായ ദൈവം ആത്മാവിൻ്റെ ലോകത്ത് ബുദ്ധിയുടെ മുകളിൽ, ബുദ്ധിയെ കവിയുന്ന, ബുദ്ധിയുടെ മുകളിലുള്ള സമാധാനം, ആത്മാവിൻ്റെ സമാധാനം ലഭിപ്പാൻ കേൾവിക്കാർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്നവർ നേരിടുന്ന പ്രശ്നത്തിന് ബുദ്ധിയിൽ പരിഹാരമില്ലെങ്കിലും ആത്മാവിൽ പരിഹാരമുള്ളത് കൊണ്ട് ദൈവം അത് യോഗ്യമായി ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.